ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എപ്പോഴാണ് വികസന രംഗത്ത് ഇടപെട്ട് തുടങ്ങിയെന്ന് ചോദിച്ചാൽ അത് 1975 ഗ്രാമശാസ്ത്ര സമിതികളുടെ രൂപീകരണത്തിന് വേണ്ടിയുള്ള തീരുമാനം എടുത്തുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. എന്നാൽ അതിവേഗത്തിൽ തന്നെ പരിഷത്ത് അധികാര വികേന്ദ്രീകരണത്തിന്റെ രംഗത്തേക്ക് വരികയാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ 83 തൊട്ട് നിരന്തരമായ പ്രവർത്തനങ്ങൾ ആ മേഖലയിൽ പരിഷത്ത് നടത്തുന്നു. ഇതിന്റെയൊക്കെ ഒരു തുടർച്ചയാണ് 95 അല്ലെങ്കിൽ കുറച്ചുകൂടി പിന്നെ സാക്ഷരതയുടെ ഉണ്ട് 90 ഏപ്രിൽ ആ രംഗത്തുള്ള പ്രായോഗിക പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ എന്നാൽ സർക്കാർ തലത്തിൽ ഒരു ജനകീയ ക്യാമ്പയിനായിട്ട് അത് തീരുമാനിക്കപ്പെടുന്നത് 96. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാത്ത കാര്യമല്ല, ഞാനൊന്ന് ഓർമ്മിപ്പിക്കാം. കാരണം നിങ്ങൾ ആണ് പരിശീലനത്തിന് നേതൃത്വം കൊടുക്കേണ്ടത് എന്നുള്ളത്. അപ്പൊ 90കളിൽ ഇവിടെ ജനകീയാസൂത്രണ പ്രസ്ഥാനം ആരംഭിക്കുന്നത് ലോകത്ത് അത്തരത്തിലുള്ള മറ്റ് 2 പരീക്ഷണങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അത് ഒന്ന് ബ്രസീലിലാണ്. ബ്രസീലിൽ ഒരു മുനിസിപ്പാലിറ്റി, നമ്മുടെ മാതിരി പഞ്ചായത്തുകളില്ല അവിടെ, എല്ലാ മുനിസിപ്പാലിറ്റികളാണ്. പോർട്ടോ അലെഗ്രെ എന്ന പേരുള്ള തെക്കൻ ബ്രസീലിലെ ഒരു നഗര സംവിധാനം പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് എന്ന പേരിലുള്ള ഒരു പരീക്ഷണം ആരംഭിച്ചു. ലുലോ ഡി സിൽവയുടെ ആദ്യത്തെ ടേം. അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയുടെ തനത് പരിപാടി എന്നുള്ള നിലക്കാണ് തുടങ്ങിയത്. വളരെ വേഗത്തിൽ അത് ബ്രസീലിന്റെ ആകെ ശ്രദ്ധ ആകർഷിക്കുകയാണ്. 89 അതിന്റെ രീതി നമ്മുടെ വളരെ വ്യത്യസ്തമാണ്. മുനിസിപ്പാലിറ്റിയിലെ എല്ലാ വോട്ടർമാരും ഒരു സ്ഥലത്ത് ഒന്നിച്ചു ചേരുന്ന വലിയൊരു പൊതുയോഗം. അവിടെ ആർക്കും വികസനത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ നൽകാം. ഇതായിരുന്നു അതിന്റെ രീതി. അങ്ങനെ ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ മുനിസിപ്പാലിറ്റിയുടെ ബഡ്ജറ്റ് ഉണ്ടാകും. അതിനുവേണ്ട ഉദ്യോഗസ്ഥന്മാരൊക്കെ അവിടെ സന്നിഹിതരായിരിക്കും. ഇതിനാണ് പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. അത് പിന്നീട് ബ്രസീലിലെ എല്ലാ നഗരസഭകളിലും വ്യാപിച്ചു. ഇപ്പോൾ എല്ലായിടത്തും ഉണ്ട്. ബ്രസീലിൽ എല്ലായിടത്തും നടന്നു വരുന്ന ഒരു സംഗതിയാണ്. കുറച്ച് കഴിഞ്ഞ് സൗത്ത് ആഫ്രിക്കയിൽ ഇതുപോലെ ഒരു പരീക്ഷണം ആരംഭിക്കും. 94 എന്ന് പറയുന്ന നെൽസൺ മണ്ടേല അദ്ദേഹത്തിന്റെ തടവ് ശിക്ഷയ്ക്ക് ശേഷം തിരിച്ചു വന്ന സർക്കാരിൻ്റെയൊക്കെ അധിപനായി അങ്ങനെ പ്രവർത്തിക്കുന്ന ഒരു പുതിയ വികസനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ബാക്കോ പലെ എന്ന പേരിലുള്ള ഒരു പദ്ധതിയാണ് ആരംഭിക്കുന്നത്. ബാക്കോ പലെ എന്ന് പറഞ്ഞാൽ പീപ്പിൾസ് ഫസ്റ്റ് എന്നാണ് അതിന്റെ അർത്ഥം. അത് 97ലാണ് ആരംഭിക്കുന്നത്. അപ്പോൾ 89, 96, 98 ഇതാണ്. 89 ബ്രസീൽ, 96 കേരളം, 97 സൗത്ത് ആഫ്രിക്ക. ഈ 3 വികസന പരീക്ഷണങ്ങളെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് പഠനങ്ങൾ ലോകത്ത് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒന്നും വിശദാംശങ്ങൾക്ക് ഞാനിപ്പോൾ പോകുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. ബാക്കോ പലെ എന്നത് വലിയ ഒരു പ്രവർത്തന പദ്ധതിയായിരുന്നു. ഏതാണ്ട് നമ്മുടെ രീതിയിലുള്ള ഘട്ടങ്ങളൊക്കെ അതിനുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഫലമായിട്ടുണ്ടായ പദ്ധതി നിർവഹണം, അതിൻ്റെ സർവീസ് ഡെലിവറി വളരെ അതൃപ്തികരമായി എന്നാണ് പിന്നീടുള്ള വിലയിരുത്തൽ.
ഈ 3 പരീക്ഷണങ്ങളും താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഇന്നും നിലനിൽക്കുന്നത് ആ ചിട്ടകൾ പൊതുവെ പിൻപറ്റിക്കൊണ്ട് തുടർന്ന് പ്രവർത്തിക്കുന്നതുമൊക്കെ നമ്മുടെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനമാണ് എന്നുള്ളത് നമുക്ക് വളരെ അഭിമാനകരമായ ഒരു സംഗതി. എന്തെല്ലാം പരിമിതികൾ, തെറ്റുകുറ്റങ്ങളൊക്കെ അതിനുണ്ടായിട്ടുണ്ടെങ്കിലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കഴിഞ്ഞ 29 വർഷങ്ങളായിട്ട് കേരളത്തിലെ 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അവരുടെ സ്വന്തം പദ്ധതി ഉണ്ടാക്കുന്നു, വാർഷിക പദ്ധതിയും പഞ്ചവത്സര പദ്ധതിയും ഉണ്ടാക്കുന്നു, അത് നടപ്പാക്കും. അതിൽ ഇതുവരെ വീഴ്ച വന്നിട്ട് 1200 തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും അതിൽ വീഴ്ച വരുത്താതെ തുടർന്ന് പോകുന്നു എന്നുള്ളത് ലോകത്തെ മൊത്തം കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ അത്ഭുതകരമായ ഒരു സംഗതിയാണ്. റിയൽ ഉട്ടോപ്യ എന്നൊക്കെ ഇതിനെ വിളിക്കാറുണ്ട്. ഉട്ടോപ്യ അറിയാം. ഉട്ടോപ്യ എന്ന് പറഞ്ഞാൽ നടക്കാത്ത സംഗതിയാണ്. പക്ഷെ ഇങ്ങനെ ചില റിയൽ ഉട്ടോപ്യ ആണെന്ന് കരുതിയെങ്കിലും നടക്കുന്നു. ഇങ്ങനെയുള്ള ചില അത്ഭുതങ്ങൾ ലോകത്ത് നടന്നിട്ടുണ്ട്. അത് കൂട്ടത്തിൽ ഒന്നാണ് കേരളത്തിലെ ജനകീയ ആസൂത്രണ പ്രസ്ഥാനം. അതിന്റെ ഭാഗമായിട്ട് പ്രവർത്തിച്ചവർ തന്നെയാണ് ഭൂരിഭാഗം എന്നിവിടെ ഉള്ളത്. അപ്പോ നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി ഉള്ളത് ഒരു ജനകീയ പ്രസ്ഥാനവും ഒരിക്കൽ തുടങ്ങിയതുപോലെ അധികകാലം നിലനിൽക്കില്ല എന്നുള്ള സത്യമാണ്. ഒരു പ്രസ്ഥാനം അതേപടി നിലനിൽക്കില്ല. അത് നിലനിൽക്കണമെങ്കിൽ അതിന് പുതിയ അജണ്ടകൾ കൊടുത്തുകൊണ്ടേയിരിക്കണം, പുതുമകൾ വരുത്തിക്കൊണ്ടേയിരിക്കണം. അങ്ങനെ നമ്മൾ പല ഘട്ടങ്ങളിൽ ഇടപെട്ടിട്ടുണ്ട്, പുതിയ അജണ്ട നൽകിയിട്ടുണ്ട്, നൽകാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. ഇന്ന് എവിടെ നിൽക്കുന്നു എന്ന് പരിശോധിക്കുമ്പോൾ വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്നാൽ നമുക്ക് നിശിതമായി വിമർശിക്കേണ്ട സംഗതികളും ഉണ്ടായിട്ടുണ്ട്. ഈ പ്രസ്ഥാനത്തെ ഏറ്റവും സ്നേഹിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലയിൽ നമുക്ക് ഇതിനെ വിമർശിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. എന്നാൽ വിമർശിക്കാൻ മാത്രമല്ല, ഇതിനെ മെച്ചപ്പെടുത്താനുള്ള പരിപാടികൾ ആവിഷ്കരിക്കാനുള്ള മാതൃകകൾ രൂപപ്പെടുത്താനുള്ള ഉത്തരവാദിത്വവും നമുക്കുണ്ട്. ആ നിലക്കാണ് നമ്മളെ കാണുന്നത്. ഞാൻ ഓർക്കുന്നു 1996 ഓഗസ്റ്റ് മാസത്തിൽ പരിഷത്ത് ഒരു സ്പെഷ്യൽ ജനറൽ കൗൺസിൽ നടത്തുകയാണ്. പരിഷത്തിന്റെ ചരിത്രത്തിൽ വളരെ അപൂർവമായിട്ട് മാത്രമേ സ്പെഷ്യൽ ജനറൽ കൗൺസിലുകൾ നടത്തിയിട്ടുള്ളൂ. അതിലൊന്ന് സാക്ഷരതാ കാലത്ത് എറണാകുളത്തിൽ നടത്തിയിട്ടുള്ളത്. രണ്ടാമത്തത് ജനകീയ ആസൂത്രണ പ്രസ്ഥാനത്തിന്റെ തുടക്കത്തിൽ തൃശ്ശൂരിൽ വെച്ച് നടത്തിയിട്ടുണ്ട്. ആ തൃശ്ശൂരിലെ സ്പെഷ്യൽ ജനറൽ കൗൺസിലിൽ ഡോക്ടർ MP പറഞ്ഞ ഒരു കാര്യം ഇപ്പോഴും എന്റെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട്. അതിങ്ങനെയായിരുന്നു: നമ്മുടെ സംഘടന സാമൂഹ്യ വിപ്ലവത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. സാമൂഹ്യ വിപ്ലവം വരുന്നു എന്നല്ല നമ്മളിനി പറയേണ്ടത്, വന്നിരിക്കുന്നു, തുടങ്ങിയിരിക്കുന്നു. നമ്മളൊക്കെ അതിന്റെ ഭാഗമാണ്. ഇത് തന്നെയാണ് വിപ്ലവം. ഈ നടക്കാൻ തുടങ്ങിയിരിക്കുന്ന, ഇനി നടക്കാൻ പോകുന്ന ആ സംഗതി തന്നെയാണ് വിപ്ലവം. അപ്പോ നിങ്ങളൊക്കെ വിപ്ലവകാരികളാണെങ്കിൽ ഇപ്പോൾ പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. നമ്മളത് ചെയ്തു. ആദ്യത്തെ ഏതാണ്ട് 1.5 വർഷം കേരള ഗവൺമെന്റോ ഇവിടുത്തെ ബഹുജന പ്രസ്ഥാനങ്ങളോ പൂർണ്ണമായി ദഹിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനം നടത്തിയെന്ന് നമുക്ക് പറയാനാവില്ല. തീരുമാനമൊക്കെയുണ്ട്, പക്ഷെ അതങ്ങോട്ട് ആ തരത്തിൽ ഇതാണ് പ്രധാനം എന്ന് കണ്ടുകൊണ്ടുള്ള ഒരു ഇടപെടൽ
രാഷ്ട്രീയ രംഗത്തും ഉണ്ടായിട്ടില്ല, ഭരണരംഗത്തും ഉണ്ടായിട്ടില്ല. അതുവരെ ഇതിനെ ശക്തമായിട്ട് തള്ളിക്കൊണ്ടുപോയത് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന പ്രസ്ഥാനമാണ്. പക്ഷെ ഒരു 1-1.5 കൊല്ലം കഴിയുമ്പോൾ സ്ഥിതി മാറും. എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു സ്ഥിതി ഒക്കെ ഉണ്ടായി. ആ പ്രസ്ഥാനം ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളൊരു പരിശോധനയാണ് നമ്മളിപ്പോൾ ഹ്രസ്വമായി, നമുക്ക് വല്ലാതെ സമയം ഉപയോഗിക്കാൻ കഴിയില്ല, ആ ഒരു ഹ്രസ്വമായ ഒരു വിലയിരുത്തൽ നടത്താൻ ശ്രമിക്കും. നമുക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയുന്ന ഒരുപാട് നേട്ടങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു 10-50 കാര്യങ്ങൾ ഇങ്ങനെ പറയാൻ സാധിക്കും. ഞാനൊരു പ്രധാനപ്പെട്ട ചില സംഗതികൾ ഇവിടെ കുറിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അധികാര ഘടനയിൽ വമ്പിച്ച മാറ്റങ്ങൾ ഉണ്ടായി. അത് നിങ്ങൾക്ക് ഇന്നത്തെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ പഞ്ചായത്ത് രാജ് നിയമങ്ങൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. നമ്മുടെ ഭരണഘടന ചെയ്തിട്ടുള്ള ഒരു സംഗതി 29 വിഷയങ്ങളിൽ അധികാരങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞെങ്കിലും, ഏതൊക്കെ വിഷയത്തിൽ എന്ന് പറഞ്ഞെങ്കിലും ഏതൊക്കെ അധികാരങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. അത് സംസ്ഥാന നിയമസഭയുടെ ഉത്തരവാദിത്വമായിട്ടാണ് വ്യവസ്ഥ ചെയ്തത്. നമ്മുടെ പഞ്ചായത്ത് രാജ് നിയമം നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, 18 വിഷയങ്ങൾ പഞ്ചായത്തുകൾ കൊടുത്തുള്ള അധികാരങ്ങളെ പറ്റും. 14 വിഷയങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്തുകൾ കൊടുത്തുള്ള അധികാരങ്ങളെ പറ്റും. 16 വിഷയങ്ങളിൽ ജില്ലാ പഞ്ചായത്തുകൾ കൊടുത്തുള്ള അധികാരങ്ങൾ എന്തൊക്കെ? 29 വിഷയങ്ങളിൽ മുനിസിപ്പാലിറ്റി 18 വിഷയങ്ങളിൽ നഗരസഭകൾ കൊടുത്തുള്ള അധികാരങ്ങൾ ഏതൊക്കെ എന്ന് പരിശോധിച്ചാൽ ഇന്ത്യയിൽ മറ്റൊരു സംസ്ഥാനവും അങ്ങനെ കൃത്യമായിട്ടുള്ള അധികാരങ്ങൾ കൊടുത്തിട്ടില്ല എന്ന് കാണാൻ കഴിയും. എണ്ണത്തിന് 29 സംസ്ഥാന അധികാരങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, 29 വിഷയങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അധികാരങ്ങൾ ഇന്നത് എന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പൊ കേരളത്തിലെ നിയമത്തിൽ ഇങ്ങനെ ഒരു മാറ്റം വരുന്നത് കേരളത്തിൽ ഇതിനു വേണ്ടി എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണമെന്ന് പറയാൻ വേണ്ടി തന്നെ സെൻ കമ്മീഷനെ നിയമിച്ചു എന്നത് അതിൻ്റെ ഒരു കാര്യം. മാത്രമല്ല, നമ്മളന്ന് ചെയ്തൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നതെന്നാണ്, കേരളത്തിന്റെ നിയമ രൂപീകരണത്തിനുള്ള ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് അതിന്റെ കരട് ബില്ലിൽ പഞ്ചായത്തുകൾക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന അധികാരങ്ങൾ വളരെ കുറച്ചേ ഉണ്ടായിരുന്നു. നമ്മുടെ നേതൃത്വത്തിൽ അന്നൊരു ബദൽ നിയമസഭ നടത്തി. തിരുവനന്തപുരത്ത് ഒരു ബദൽ നിയമസഭ നടത്തി. ആ നിയമസഭയിൽ മന്ത്രിമാരുണ്ടായിരുന്നു, സ്പീക്കർ ഉണ്ടായിരുന്നു. അങ്ങനെ പഞ്ചായത്ത് മന്ത്രിയായിട്ട് ഞാനാണ് അഭിനയിച്ചത്. എന്തൊക്കെ അധികാരങ്ങൾ കൊടുക്കണം എന്ന് കൃത്യമായിട്ട് പറയുകയുണ്ടായി. ആ കാര്യം നേരത്തെ തന്നെ MLA-മാർക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്തു, എന്തൊക്കെയാണ് വേണ്ടത്. നല്ല ഫലമുണ്ടായ ഒരു പ്രവർത്തനമായിരുന്നു. ഫലത്തിൽ തരക്കേടില്ലാത്ത ഒരു നിയമഘടന അന്ന് നമുക്ക് നിർദ്ദേശിക്കാനും കൊണ്ടുവരാനും സാധിച്ചു. പിന്നീട് സെൻ കമ്മീഷന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ 99-ലാണ് കേരളത്തിലെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി നിയമങ്ങൾ സമഗ്രമായിട്ട് പരിഷ്കരിക്കപ്പെടുന്നത്. അത് നോക്കുമ്പോൾ നമുക്ക് തികച്ചും അഭിമാനകരമായ ഒരു അധികാര ഘടന കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് നിസ്സംശയം പറയാൻ സാധിക്കും. സാധാരണ വികേന്ദ്രീകരണത്തെ കുറിച്ച് പറയുമ്പോൾ 3F എന്ന് പറയും, 3F. അത് എത്രത്തോളം ഉണ്ടായിരുന്നെന്നാണ് പറയുന്നത്. പെട്ടെന്ന് പറയുന്ന ഒരു കാര്യം. 3F എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് അല്ലെങ്കിൽ അധികാരം, പ്രവർത്തന അധികാരം, പിന്നെ ഫൈനാൻസ്, ധനപരമായിട്ടുള്ള അധികാരം, പിന്നെ ഫങ്ഷണറീസാണ്, ഉദ്യോഗസ്ഥന്മാരുടെ വിതരണം എങ്ങനെയാണ്. ഈ 3F-ന്റെ കാര്യം നോക്കുമ്പോൾ സെൻ കമ്മീഷന്റെ ശുപാർശകളിലൊക്കെ അത് കൃത്യമായിട്ട് ഓരോന്നും വേർതിരിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഒരു കമ്മീഷൻ ഇന്ത്യയിൽ വേറെ നടന്നതായിട്ട് എനിക്കറിയില്ല. കൃത്യമായ അധികാര വികേന്ദ്രീകരണം നടപ്പാക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടുണ്ട്.
ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഉദ്യോഗസ്ഥരുടെ വിതരണം ഇപ്പോഴും പൂർണ്ണമായി എന്ന് പറയാൻ പറ്റില്ല, എങ്കിലും വലിയ മാറ്റങ്ങൾ ഇതിലൊക്കെ ഉണ്ടായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇതുപോലെ ആസൂത്രണ രീതിയുടെ സാർവത്രികമായ പ്രയോഗം നടത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പാർട്ടിസിപ്പേറ്ററി ബഡ്ജറ്റിങ്ങിന്റെയും ബാത്ത് ഓഫ് വിലയുടെ ഒക്കെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഏറ്റവും പക്കയായിട്ടുള്ള ഒരു ആസൂത്രണ രീതി കേരളത്തിലേതാണെന്ന് പറയുന്ന യാതൊരു സംശയവും വേണ്ട. ചിട്ടയായിട്ട് അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ, അല്ലേ, 7-8 ഘട്ടങ്ങളുള്ള ആസൂത്രണ രീതി നമുക്ക് അത് ചിലതൊക്കെ ഡൈലൂഷൻ വന്നിട്ടുണ്ടെങ്കിലും ഒരു സംശയം വേണ്ട, ആ ചിട്ടയുള്ള രീതിയല്ല മറ്റു രണ്ടിടത്തും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് നമ്മുടെ ഒരു നേട്ടമായിട്ട് എടുത്തു പറയാൻ കഴിയും. ജനപങ്കാളിത്തം ആദ്യത്തെ തിരുവനന്തപുരം പാലോട് നടന്നിട്ടുള്ള ഗ്രാമസഭയുടെ ഒക്കെ പങ്കാളിത്തം പറഞ്ഞാൽ അഭൂതപൂർവം അങ്ങനെ ഒരു പഞ്ചായത്തിലൊരു യോഗം നടന്നു. അതും വളരെ ചിട്ടയായിട്ട് നമ്മള് എന്താ 5 മിനിറ്റാണ് സ്വാഗതം, 5 മിനിറ്റാണ് സ്വാഗതം, അധ്യക്ഷതൊക്കെ 10 മിനിറ്റാണ്, ഇങ്ങനെയാണല്ലോ നമ്മൾ നിശ്ചയിച്ചത്, അല്ലേ? ഇത് കുറെ കാലം കേരളത്തിന്റെ ഒരു കൾച്ചറായിട്ട് മാറിയിരുന്നു. സ്വാഗതം 5 മിനിറ്റ്, അധ്യക്ഷത 10 മിനിറ്റ്, അവതരണം 30 മിനിറ്റ്, ചർച്ച 1.5 മണിക്കൂർ, അങ്ങനെ കൃത്യമായിട്ടുള്ള അജണ്ട. മറ്റ് പല പരിപാടികൾക്കും, പാർട്ടികളുടെ യോഗങ്ങൾക്ക്, മറ്റ് യോഗങ്ങൾക്കൊക്കെ സ്വാഗതം അധികം പാടില്ല കേട്ടോ എന്ന് പറയുന്നത് ഒരു സ്ഥിതിയൊക്കെ ഉണ്ടായിരുന്നു. പദ്ധതി നിർവഹണത്തിൽ ജനകീയ കമ്മിറ്റി ഉപയോഗിച്ച് അല്ലേ ഒക്കെ ആയിട്ടുള്ള ആദ്യത്തെ കമ്മിറ്റിയൊക്കെ എവിടെയൊക്കെ റിക്വസ്റ്റ് നിശ്ചയ സുതാര്യതയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പലരെ കണ്ടിട്ടുണ്ടോ ഇല്ലേ? മതില്, സുതാര്യത, മതില്, ബോർഡ്, അല്ലേ? ഒരു റോഡൊക്കെ പണി നടക്കുമ്പോഴത്തേക്ക് ജയപ്താതെ നമ്മളെത്തൊക്കെ വേവാ എന്തായാലും ആദ്യം ഇന്ന് ബോർഡ് വെക്കണം. ആരാണ് റോഡിൻ്റെ കോൺട്രാക്ടർ അല്ലെങ്കിൽ കൺപി, ആരാണ്, എത്രയാണ് എസ്റ്റിമേറ്റ്, എപ്പോഴാണ് പണി തുടങ്ങിയ, എപ്പോഴാണ് പണി പൂർത്തിയാക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര പേർക്ക് പണി കിട്ടും, ഇതെല്ലാം ഉൾപ്പെടുത്തിയ ഒരു ബോർഡ് വേണം. സുതാര്യതയ്ക്ക് ഇപ്പോഴേ ബോർഡില്ല, എവിടെയില്ല പോയിരുന്നെന്തൊക്കെ വികസനത്തിലെ വസ്തുതകൾ കൃത്യമായ ഡാറ്റകളൊക്കെ ശേഖരിക്കുക. അതൊക്കെ അടിസ്ഥാനത്തിലാണ് തീരുമാനമുള്ളത്, അല്ലേ? ഒരു റോഡിന്റെ പണി എടുക്കണമെങ്കിൽ, ഒരു പാലത്തിന്റെ പണി എടുക്കണമെങ്കിൽ, ഒരു കെട്ടിടത്തിന്റെ എടുക്കണമെങ്കിൽ പഞ്ചായത്തിൽ ആകെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനുണ്ടോ, അത് ചെയ്യണം എന്നുള്ള ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാക്കി ഓർക്കണം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു സംസ്ഥാനം 10% തുക വിമൻ കമ്പോണന്റ് പ്ലാൻ, അതുപോലെ 8 കമ്പോണന്റ് പ്ലാൻ ഇന്ത്യയിലുള്ളൂ. അത് സ്പെഷ്യൽ കമ്പോണന്റ് പ്ലാൻ, ട്രൈബൽ സബ് പ്ലാൻ, CTTS. അത് മൂന്നാമത് ഉണ്ടാക്കുന്നത് വിമൻ കമ്പോണന്റ് പ്ലാൻ. 4ാമത് വയോജനങ്ങൾക്കുള്ള ആശ്രയ ഉൽപ്പാദനത്തിനുള്ള കമ്പോണന്റ് പ്ലാനുകൾ ഏറ്റവും കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊക്കെ നമ്മുടെ നേട്ടങ്ങളുടെ പറ്റിയപ്പെടുത്താവുന്ന നിരവധി കാര്യങ്ങളിൽ ചിലർ സാമ്പത്തിക കാര്യങ്ങൾ നോക്കുക. 97 ബഡ്ജറ്റിൽ നീക്കിവെച്ചത് 96 എലക്ഷൻ തന്നെയായിരുന്നു അത്, അല്ലേ? ഇലക്ഷനിൽ LDF തന്നെ ആദ്യം പ്രഖ്യാപിച്ച് ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 35-40% സ്റ്റേറ്റ് പ്ലാനിന്റെ 35-40% തദ്ദേശ ഭരണത്താവണം. അപ്പോൾ UDF നിർത്തിയില്ല, അവരും പ്രഖ്യാപിക്കും ഞങ്ങൾ വന്നാൽ 35-40. ഈ 35-40 എങ്ങനെയാ വന്നതെന്നോ. അപ്പോൾ ആദ്യത്തെ 749 കോടി കൊടുക്കുക, അന്നത്തെ 31%. അന്നത്തെ സ്കീമുകൾ വഴി താഴേക്ക് വന്ന പണം നോക്കുമ്പോൾ 36% ആദ്യ വർഷം തന്നെ തോന്നി വാക്പാലിച്ച്. ഇന്നിപ്പോ ഈ തേട്ട 24-25 പത്തിക്ക് തദ്ദേശ സ്ഥലത്ത് നെക്കിയത് 8532 കോടി രൂപ. ആ സ്കീമല്ല, സ്കീം വേറെ. അതും കൂടി പെടുത്തുമ്പോൾ 12,000 കോടി രൂപയിലധികം കൊടുത്തു തുടങ്ങി. വലിയ ചാട്ടണ ശതമാനക്കണക്കിൽ നോക്കുമ്പോൾ കുറഞ്ഞിട്ടുണ്ട്. അത് 31%. ഇപ്പോൾ കയറ്റുകയറ്റം ബഡ്ജറ്റ് 29%. പക്ഷേ പണത്തിൻ്റെ അളവ് നോക്കുമ്പോൾ
വമ്പിച്ച മാറ്റമാണ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇനി അടുത്ത പോലെ 29% അതിൻ്റെ അടുത്ത പോലെ 30% ഇങ്ങനെ 30% വരെ പോകാൻ ഇപ്പോഴുള്ള തീരും ഭാവിതന്മാരിൽ കൂടെ. ഇങ്ങനെ സാമ്പത്തികമായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ട്. ഘടക പദ്ധതികൾ ഞാൻ നേരത്തെ പറഞ്ഞു, പല പുതിയ ഘടക പദ്ധതികൾ ഉണ്ടായി. അതിനൊക്കെ വേണ്ടിയിട്ട് പണം നീക്കി വെക്കാൻ സാധിക്കും. ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡ്, അത് കേന്ദ്ര ധനകാര്യ കമ്മീഷൻ ഗ്രാൻഡുണ്ട്. സംസ്ഥാനത്തിലെ ഇതുവരെയുള്ള 6 ധനകാര്യ കമ്മീഷനുകൾ വന്ന് അവരുടെയൊക്കെ ചില പാക്കേജുകൾ അടിസ്ഥാനത്തിലുള്ള സാമ്പത്തിക സഹായം ലഭ്യമായിട്ടുണ്ട്. ഫൈനാൻസ് കമ്മീഷന്റെ ശുപാർശകൾ ഏറ്റവും വേഗത്തിൽ അംഗീകരിക്കുകയും നടപ്പാക്കുകയും സംസ്ഥാനങ്ങളുടെ കൂട്ടത്തിലൊന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളം. മെയിൻ്റനൻസ് ഗ്രാൻഡ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് പ്രത്യേകമായിട്ട് കൊടുക്കുക. പ്രത്യേകമായി ആ ഹെഡ് തന്നെയാണ് കൊടുക്കുക. നേരത്തെ അങ്ങനെയുള്ള ഹെഡ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ മെയിൻ്റനൻസ് ഗ്രാൻഡിന് പ്രത്യേക ഹെഡുണ്ട്. അത് മെയിൻ്റനൻസിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ള നിബന്ധനയ്ക്ക് കൊടുക്കും. പലതരത്തിലുള്ള സ്കീം കാര്യത്തിലുള്ള സ്കീമെന്ന് പറഞ്ഞാൽ സംസ്ഥാന തലത്തിൽ അതത് ഡയറക്ടറേറ്റുകൾ തയ്യാറാക്കുന്ന പ്ലാനറ്റ് ബോർഡിൻ്റെ വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ തയ്യാറാക്കുന്ന സ്കീമുകളാണ്. കന്നുകുട്ടി പരിപാലനം ഒരു സ്കീമാണ്. അങ്ങനെ പല സ്കീമുകൾ, ആ സ്കീമുകൾ വഴി കിട്ടുന്ന പണം വിവിധ ലെവലുകളിലാണ് ഉപയോഗിക്കുക. അങ്ങനെ ഉള്ള സ്കീമുകളിൽ കുറച്ച് ഭാഗം പ്രാദേശികമായിട്ട് പഞ്ചായത്ത് തലത്തിലും ലഭിക്കും, മുനിസിപ്പൽ തലത്തിലും ലഭിക്കും. ഈ സ്കീം ഫണ്ട് മാത്രമേ പല സംസ്ഥാനം, ഞങ്ങൾ ബംഗാളിലും കർണാടകത്തിലൊക്കെ പഠിക്കാൻ പോയപ്പോൾ അവിടെ സ്കീം ഫണ്ടുകൾ മാത്രമാണ് താഴെ കൊടുത്തത്. സ്കീമാണ് കൊടുത്തത്, അല്ലാതെ താഴെയുള്ള ജനങ്ങൾക്ക് ഇന്ന പദ്ധതി ഇത്താക്കണം എന്നുള്ള നിർദ്ദേശം വെക്കാൻ സ്വാതന്ത്ര്യമുണ്ടായി. സ്കീമുകൾ താഴെ കൊടുക്കും, അത് നടപ്പാക്കാനുള്ള കാര്യങ്ങൾ മാത്രമേ താഴെ ചെയ്യുന്നതായി. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മളാണ് ഇങ്ങനെയുള്ള സ്വതന്ത്രമായ ഒരു ചിന്തയും സ്കീമിൽ നിന്ന് വ്യത്യസ്തമായ പദ്ധതികളൊക്കെ കൊണ്ടു. CSR ഫണ്ടുകൾ അറിയാം, നിങ്ങൾക്ക് ഇപ്പോൾ ധാരാളമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ഒന്നാണ്. കുറച്ച് കൊല്ലമായിട്ട് അതും തദ്ദേശഭരണ സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ഒരു വലിയ സംഗതിയായിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. അതിന് സർക്കാരിൻ്റെ ഒരു പിന്തുണയെ കൂട്ടുക. ഇപ്പോൾ കണ്ണൂരിലെ നടക്കാവിലെ ഒരു സ്കൂളിൽ കണ്ടിട്ടില്ല, 8 കോടി രൂപയാണ് ആദ്യം, അല്ലേ? ആദ്യത്തെ 8 കോടി രൂപയായിരുന്നു ഇപ്പോൾ കണ്ണൂർ. പിന്നീട് അതിൽ കൂടി കണ്ണൂരിലെ ഒരു സ്കൂളിന് വേണ്ടിയിട്ട് 43 കോടി രൂപയാണ് 6 കൊല്ലം മുമ്പേ. 43 കോടി നമ്മുടെ എല്ലാ ജില്ലാ ആശുപത്രികൾക്കും മേഖലയ്ക്ക് എല്ലായിടത്തും കാറ്റില വീഴുന്നതായിട്ട് കൊളത്തരൻ്റെ സ്ഥലത്ത് ഇതൊക്കെ CSR ഫണ്ടിലൂടെ ചർച്ച ചെയ്തു. അപ്പോൾ സർക്കാരിൻ്റെ സഹായം പ്രധാനമായിട്ട് CSR ഫണ്ടാണ് ഇവരൊക്കെ ഉപയോഗിച്ചത്. MLA MP ഫണ്ടുകൾ, MP ഫണ്ട് നേരത്തെ ഉണ്ട്. MP LAD അതിനു വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ജില്ലാ പ്ലാനിങ് ഓഫീസറുകൾ തന്നെ ആദ്യം ഉണ്ടായത്. അതിന് വേണ്ടിയിട്ട് MP ഫണ്ടും അതുപോലെ SCPTSP നടത്തിട്ടു. അതിന് വേണ്ടിയിട്ടാണ് ജില്ലാ തലത്തിലുള്ള പ്ലാനിങ് ഓഫീസുകൾ എത്താത്തത്. ഇതൊക്കെ മാറിവിട്ട് ഇപ്പോൾ MLA ഫണ്ടും ആയി. ഇതൊക്കെ തന്നെ താഴെ തലത്തിൽ നമുക്ക് ലഭിക്കുന്ന ഫണ്ടുകൾ ഒരു സോഴ്സിൽ തുടങ്ങിയിട്ട് പല സാമ്പത്തിക വ്യവസ്ഥയിലേക്ക് നമുക്ക് മാറാൻ വലിയ നേട്ടമായിട്ട് നമുക്ക് തന്നു. ഈ ഭൗതിക നേട്ടങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് നിരവധി എണ്ണം എടുത്ത് പറയാൻ സാധിക്കും. വീടുകളാണല്ലോ ഒരു അല്ലേ പ്രധാനപ്പെട്ടൊരു ആവശ്യം. വീടുകളെ കേരളത്തിൽ ഇപ്പോൾ കഴിഞ്ഞ 30 കൊല്ലം എത്ര വീടുണ്ടായിരുന്നു ചോദിച്ചാൽ കൃത്യമായിട്ട് കണക്ക് കിട്ടുള്ളൂ. കൃത്യമായിട്ടുള്ള കണക്ക് ഞാൻ പരിശോധിച്ചിട്ട് എവിടെ ഞങ്ങൾക്ക് കിട്ടിയില്ല. കാരണം അത് പല സ്കീമുകളിൽ വരുന്നതായതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായിട്ടുള്ള കണക്ക് പറയാറ്. ഏതാണ്ട് എനിക്ക് പറയാനേ പറ്റുള്ളൂ. ലൈഫ് 2016 തുടങ്ങിയ ലൈഫ് പദ്ധതി മാസം വെച്ചുകൊണ്ട് കേരളത്തിനകത്ത് ഇതുവരെ 4.52 ലക്ഷം വീടുകളുണ്ടായിരുന്നാണ് അവരുടെ ഡാഷ്ബോർഡിൽ കാണുന്നത്. അതിപ്പോൾ ഒരു കൊല്ലം കൊണ്ട് ഏതാണ്ട് 5.5 ലക്ഷം വീടുകളായിട്ട് മാറും. 2009 തുടങ്ങിയുള്ള EMS പദ്ധതി അനുസരിച്ച് 1.44 ലക്ഷം വീടുകളാണ്. ഇതുപോലെ ഹെഡ്ക്വാർട്ടർ സ്കീമുകൾ, പിന്നെ PMAYൻ്റെ വീടുകൾ ഒക്കെ ഉണ്ട്. പലതരത്തിലുള്ള സ്കീമുകളാണ് വീടുകളുണ്ടാക്കി. ഇതെല്ലാം വെച്ചുകൊണ്ട് കേരളത്തിൽ 14 ലക്ഷത്തിൽ പരം വീടുകൾ ഉണ്ടായിരുന്ന
ഒരു കണക്ക് പറയണം. 20 ലക്ഷം വരെ പറയുന്ന ചില എസ്റ്റിമേഷൻ ഉണ്ട്. അത് പലതരത്തിലുള്ള റിപ്പയറിന് വേണ്ടിയിട്ട് കൊടുത്താണ് പലരും പരിഗണിച്ചിട്ടാണ് ഈ എണ്ണമൊക്കെ മാറും. എങ്ങനെയായാലും 85-80 ലക്ഷം കുടുംബങ്ങളുള്ള ഒരു സംസ്ഥാനത്ത് ഇത്രയും ലക്ഷം വീടുണ്ടായെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമായി. അപ്പോൾ ഇനിയിപ്പോൾ കേരളത്തിൽ പിന്നെ ലൈഫ് വഴി അത് നിലനിൽക്കുകയാണെങ്കിൽ എത്ര വീട് ഉണ്ടാക്കേണ്ടി വരും? കാര്യമായിട്ടൊന്നും വേണ്ടി വരിക. പുതിയ ഫാമിലി ഉണ്ടാകുന്നതിനനുസരിച്ച് ഒരു 50,000 വീടൊക്കെ ഒരു കൊല്ലം ഉണ്ടാക്കേണ്ടി വന്നേക്കാം. അതും ഒരു 3-4 കൊല്ലം കഴിയുമ്പോൾ വേണ്ടി വരില്ല എന്നാണ് തോന്നുന്നത്. കാരണം കേരളത്തിലെ പോപ്പുലേഷൻ സ്റ്റാഗ്നേഷനിലേക്ക് പോകും അല്ലേ? ഇപ്പോൾ 2.1% ആനുവൽ ഗ്രോത്ത് എങ്കിൽ സ്റ്റാഗ്നേഷനിലേക്ക് വരും. അതിൽ മേലെയാണെങ്കിൽ മാത്രമേ ജനസംഖ്യ വളരുകയുള്ളൂ. അപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേരളത്തിലെ ജനസംഖ്യ സ്റ്റാഗ്നേഷനിലേക്ക് വരാൻ അധികം വേണ്ട. ഒരു 5-8 കൊല്ലത്തിനുള്ളിൽ അത് സംഭവിക്കും. സീറോ ഗ്രോത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ പുതിയ വീടുകൾ ഉണ്ടാകേണ്ട ആവശ്യം വളരെ കുറയും. പിന്നെ പഴയ വീടുകൾ പുതുക്കുക, പിന്നെ റിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ കെട്ടിട നിർമ്മാണ തൊഴിലാളിയുടെ കാര്യം ഗോപിയാവാനുള്ള സാധ്യത ഗോപിയാവില്ല. കാരണം പുതുക്കാൻ ഒരുപാട് അവരുടെ കൂന്നൽ പുതിയ വീട് നിർമ്മിക്കുന്നതിന് പകരം പുതുക്കുക എന്നുള്ളൊരു വലിയ തെറ്റായിട്ട് മാർക്കറ്റിൽ വെക്കപ്പെടുകയാണ്. തെരുവിളക്കുകൾ, സ്കൂൾ ഗേറ്റ്, ലിസ്റ്റ് നോക്കിയാൽ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്ന കാര്യവും. റോഡിൽ ദുരന്ത നിവാരണ സംവിധാനങ്ങൾ എടുത്തു പറയേണ്ട ഒരു സംഗതി സംരംഭങ്ങളുടെ കാര്യമാണ് അല്ലേ? മൊത്തത്തിൽ ഉൽപ്പാദന മേഖലയിലാണ് ഒരു തളർച്ച നമുക്ക് ഉണ്ടായിട്ടുള്ളത്. വേണ്ടത്ര ആരെങ്കിലും മുന്നോട്ട് പോകാത്തത്. അതിൽ മാറ്റം വരിക. പക്ഷേ കൃഷിയിലല്ല ഉണ്ടാകുന്നതാണ് ഒരു വിമർശനം നമുക്ക് പറയാം. ചെറുകിട വ്യവസായ സംരംഭങ്ങളുടെ കാര്യത്തിൽ ചരിത്രത്തിലെ വലിയൊരു നേട്ടത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. എണ്ണം കൊണ്ട്. പിന്നെ അത് എത്ര നിലനിൽക്കുമ്പോഴും നമുക്ക് കാണാനിരിക്കുന്ന കാര്യമാണ്. എന്തായാലും ഒരുപാടെണ്ണം നിലനിൽക്കുക തന്നെ ചെയ്യും. ഏതാണ്ട് 3 ലക്ഷത്തിന് അടുത്ത് എത്താൻ പോവുകയാണ് പുതിയ സംരംഭത്തിൻ്റെ രൂപീകരണ പ്രവർത്തനങ്ങൾ. അപ്പോൾ അത് റെക്കോർഡ് തന്നെയാണ്. അപ്പോൾ അതിലൊക്കെ നമുക്ക് താരതമ്യങ്ങളിൽ ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനമായിട്ട് താരതമ്യങ്ങളിൽ ഇല്ലാക്കാൻ സാധിക്കും. സ്കൂൾ കെട്ടിടങ്ങൾ എടുത്തു പറയാവുന്ന അല്ലേ? കേരളത്തിലെ 12,600 പരം സ്കൂളുകൾ. ഇപ്പോൾ മോശപ്പെട്ടിട്ടുള്ള സ്കൂൾ ഏതാണെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ ഉണ്ടാവുന്നു. വളരെ അപൂർവം. നേരത്തെ സർക്കാർ സ്കൂളിൽ സ്ഥിതിയായിരുന്നു വളരെ മോശം. എയ്ഡഡ് സ്കൂൾ താരതമ്യേന മെച്ചമായത്. ഇപ്പോൾ തിരിച്ചായി. സർക്കാർ സ്കൂളാണ് ഏറ്റവും മെച്ചമായിട്ട് എത്തുന്നത്. എല്ലായിടത്തും സ്മാർട്ട് സ്കൂളുകൾ, നല്ല ക്ലാസ് മുറികൾ, നല്ല വർക്ക് സെറ്റുകൾ. ഈ തരത്തിൽ സർക്കാർ സ്കൂളുകളിലേക്ക് തള്ളിക്കയറ്റമാണ് +2 മാതിരി അല്ലേ? ഹയർ സെക്കൻഡറിയിൽ ഏറ്റവും വലിയ തള്ളിക്കയറ്റമാണ്. കാരണം പുറത്താപ്പാൻ വലിയ കാശ് കൊടുക്കുക. ഇവിടെ നല്ല ക്വാളിറ്റി പശ്ചാത്തല സൗകര്യങ്ങൾ, ബോധന പ്രവർത്തനങ്ങൾ മാനലേക്ക് മാറും. അങ്ങനെ നോക്കുമ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് വലിയ മാറ്റങ്ങൾ കൂട്ടാകുക. ഇതിനൊക്കെ സ്പെഷ്യൽ നേഷനായിട്ടും ഉള്ള ബന്ധമൊക്കെ ഞാൻ കാണാതിരിക്കുക. ഏതായാലും തെരുവിളക്കുകൾ, വൈദ്യുതീകരണം, ഇതാണ് താഴേന്ന് വരുന്ന വലിയ ഡിമാൻഡുള്ള ഒരു സംഗതി. തെരുവിളക്കുകൾ എണ്ണം കൂട്ടുക എന്നുള്ളതാണ് വലിയ പരിഗണിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും എന്ന് കുറ്റം പറയാൻ കഴിയില്ല. ഏതായാലും ഓരോ മേഖല എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള വലിയ മാറ്റങ്ങൾ ഈ കാലഘട്ടത്തിൽ നടന്നിരിക്കുകയാണ്. കട്ട്സ് അങ്ങനെ അടുത്ത ഭാഗത്തിൻ്റെ മുരടിപ്പുയരതെ കാര്യങ്ങൾ ലൂട്ടായിട്ട് തീർച്ചയായിട്ടും നമ്മളിത് പറഞ്ഞേ പറ്റൂ. ഏതൊക്കെ കാര്യത്തിൽ എടുത്തു പറയാവുന്നത് അധികാര ഘടനയിൽ വലിയ മാറ്റമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ് ഓർക്കുക, ഒരു പ്രസ്ഥാനവും അതേ പടി അധികാരം തുടരുക. പുതിയ അജണ്ട, പുതിയ പ്രവർത്തന രീതി, പുതിയ മാതൃകകൾ ഇതൊക്കെ വന്നാലേ അത് മെച്ചപ്പെടും. എന്നാൽ നമ്മുടെ അധികാര ഘടനയിൽ കാര്യമായിട്ടുള്ള മാറ്റി ഇതുവരെ 99-ലാണ് സമഗ്രമായിട്ടൊരു പരിഷ്കരണം ഉണ്ടായത്. അതിനുശേഷം നമ്മുടെ പഞ്ചായത്തുകളും നഗരസഭകളും എത്രയോ പുതിയ പണികൾ ഏറ്റെടുത്തിട്ടുണ്ട്. അതിന് നിയമത്തിൻ്റെ പിൻബലമൊന്നുമില്ല. അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നിയമപരിഷ്കരണം വേണം എന്ന് നമ്മളൊക്കെ ആവശ്യപ്പെടാൻ തുടങ്ങിയത് കുറേ കാലമായി. പക്ഷെ അത് ഇതുവരെ നടന്നിട്ട് അതിൻ്റെ ആലോചന ഇപ്പോൾ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എങ്കിലും ഇതിനിടയിൽ തന്നെ നടക്കേണ്ടതായിരുന്നു. അത് 99-ന് ശേഷം ഈ 26 വർഷമായിട്ടും വലിയ മാറ്റങ്ങൾ വരാത്ത ഒരു സാഹചര്യം. പല കാര്യത്തിലും പുതിയ നിയമങ്ങൾ ഉണ്ടാകും.
എന്തിന്? ആസൂത്രണത്തെക്കുറിച്ചുള്ള ഒരു ഒരു അതിന്റെ സ്ഥിതി അറിയാമല്ലോ നിങ്ങൾക്ക്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെയൊക്കെ നടക്കുന്നു. ഇതുവരെ അതിന് ചട്ടം ഉണ്ടായിട്ടില്ല. ആസൂത്രണത്തിന്റെ ചട്ടം ഉണ്ടായിട്ടില്ല. ഉണ്ടാകാത്തതിന്റെ കാരണത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് പറയാൻ കുറയുന്നു. കാരണം ഒരു സംഗതി നിയമത്തിൽ പറഞ്ഞ ഒരു കാര്യം നടക്കണമെങ്കിൽ അതിന് ചട്ടം വെക്കാം. ആസൂത്രണത്തിന്റെ ചട്ടം ഡ്രാഫ്റ്റായിട്ട് കിടക്കുന്നത് 2 കൊല്ലമായി. ഇതുവരെയും അത് നിയമസഭ അംഗീകരിക്കുന്ന ചട്ടമായിട്ട് മാറിയിട്ടുള്ളൂ. തക്കങ്ങൾ എന്തെന്നുള്ളതാണ് എൻ്റെ വസ്തുത. ഏതായാലും അതൊക്കെ നമ്മുടെ പരിമിതിയാണ്. ആസൂത്രണത്തിലെ രീതി സമ്പ്രദായങ്ങളിൽ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അല്ലേ ഒരു സംഗതി വലിയ നേട്ടമായിട്ട് കാണാവുന്നത് എല്ലാ ലോക്കൽ ബോഡികളിലും പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ട് ഇപ്പോൾ. അല്ലേ? എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയും ജില്ലാ പഞ്ചായത്തിലും ബ്ലോക്കിലും എല്ലാം ആസൂത്രണ കമ്മിറ്റികൾ, ഓണററി കമ്മിറ്റിയാണ്, വേതനവും കൊടുക്കാതെ ആൾക്കാർ അതിൽ പ്രവർത്തിക്കുന്നത്. ഇപ്പൊ ഞാനൊരു ജില്ലയുടെ ആസൂത്രണ സമിതിയുടെ വയസ്സാണ്. നിങ്ങളിൽ പലരും അങ്ങനെ പഞ്ചായത്തിൽ മുനിസിപ്പാലിറ്റി ഒക്കെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയാം. ഇത് ആസൂത്രണത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തെ അംഗീകരിക്കണം. ആ നിലക്ക് അതിനെ കാണണം. എന്നാൽ പ്രതികൂലമായിട്ട് പറയാവുന്ന ചില ഒരു കാര്യം ഉദ്യോഗസ്ഥരിലേക്ക് അത് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ചർച്ചയാണ്. ഗുണഭോക്തൃ തെരഞ്ഞെടുപ്പിൽ ഒക്കെ വലിയ മാറ്റങ്ങൾ വന്നു, മുരടിപ്പ് വന്നു. കാരണം ആർക്കും താല്പര്യമില്ല. യഥാർത്ഥ ഗുണഭോക്താക്കളാകാൻ ഇടയുണ്ട് എന്ന് തോന്നുന്നവർ മാത്രമേ പോകുന്നു. ജനങ്ങളെല്ലാവരും കൂടി ശരിയായിട്ടുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്ന രീതിക്ക് പോയി മറഞ്ഞിരിക്കുന്നു നല്ലത്. അപ്പൊ ഇങ്ങനെ ചില കാര്യങ്ങളിലൊക്കെ വലിയ മുരടിപ്പ് ഉണ്ടായിരുന്നു. പഴയ പ്രോജക്റ്റുകൾ തന്നെ തുടർന്നു പോവുക, പുതിയൊന്നും ഇല്ലേ എന്നുള്ള ഉത്തരവില്ലാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വ്യാപകമായിട്ട് കാണാൻ സാധിക്കും. ഇതാണ് നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ചില കാര്യങ്ങൾ പിന്നോക്കം പോക്ക് ഉണ്ടായിരുന്നു. ഈ പിന്നോക്കം പോക്ക് മുന്നോട്ടാക്കാൻ നമുക്ക് ഇടപെടേണ്ടി വരും. ആസൂത്രണ രീതിയിലെ യാന്ത്രികതയാണ്. അപ്പോൾ അറിയാമല്ലോ നമുക്ക് ആദ്യമായിട്ട് ഗ്രാമസഭകൾ വേണം. ഗ്രാമസഭ മുമ്പ് തന്നെ വർക്കിംഗ് ഗ്രൂപ്പുകൾ ചേരണം. അതിലുള്ള നിർദ്ദേശങ്ങൾ ഗ്രാമസഭയിൽ വെക്കണം. ഈ നടപടിക്രമങ്ങളൊക്കെ ഒരു രേഖയായിട്ട് കാണിക്കാൻ എന്തെങ്കിലും വേണമല്ലോ എന്നുള്ളത് കൊണ്ട് ആണ് പലരും പറഞ്ഞത്. നമ്മുടെ ഒരു പ്രവർത്തകൻ, കണ്ണൂർ ജില്ലയിലെ നമ്മളൊരു പ്രവർത്തകൻ ഒരു മുനിസിപ്പാലിറ്റിയിലെ സെക്രട്ടറി ആയിട്ട് ചുമതലയെടുത്തു. അപ്പോൾ പ്ലാൻ കൊണ്ടുവന്നു. ഇയാൾ പോകുന്നത് പ്ലാൻ തയ്യാറായി അംഗീകാരത്തിന് കൊടുക്കേണ്ട DPCക്ക് കൊടുക്കേണ്ട സമയത്താണ് ഇയാൾ പോകുന്നത്. അപ്പോൾ എല്ലാം പരിശോധിച്ചു. വാർഡ് സഭ കൂടിയില്ലേ? ഒരു മിനിറ്റ് ചെയ്തിട്ടുണ്ട്, ആ മിനിറ്റ്സിന്റെ കോപ്പി കൊടുത്താൽ. അയാൾ പറഞ്ഞു അത് പറ്റില്ല, വാർഡ് സഭ ചേരാണ്ട് ഞാൻ സെക്രട്ടറി ആയിട്ട് ഞാനത് റെഫർ ചെയ്യില്ല. അവിടെ വാർഡ് സഭ ചേർന്നില്ല. എന്നാൽ ചേർന്നു എന്നുള്ള ഒരു രേഖ അവിടെ എഴുതി വെക്കുക ചെയ്തു. അയാൾ കടമ്പെടുത്ത പിടിച്ചോണ്ട് വാർഡ് സഭ മുഴുവൻ നടത്തേണ്ടി വന്നു. ഇങ്ങനെ നടത്തേണ്ട പല കാര്യങ്ങളും നടത്താതെ നടത്തി എന്ന് രേഖപ്പെടുത്തുന്ന സംവിധാനം വ്യാപകമായിട്ടുണ്ടെന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇത് നിങ്ങൾക്ക് പരിചയമുള്ള പല സ്ഥലവും കണ്ടിട്ടുണ്ടാവും. വളരെ യാന്ത്രികമായിട്ടുള്ള ഒരു സംഗതി നടക്കും. അല്ലെ, വർക്ക് ഗ്രൂപ്പുകൾ പലരും അംഗങ്ങളായിരിക്കുമല്ലോ. അവര് ആദ്യം ഒരു പക്ഷെ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ചോദിച്ചു വരും, യോഗം വിളിച്ചു വരും, എത്ര തവണ റിവൈസ് ചെയ്യുന്നത് ആരോടും ചോദിക്കണ്ടോ? ഒന്നുമില്ല. അപ്പൊ ഒരു ചടങ്ങിന് വേണ്ടിയിട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ഉണ്ട്, അതിന് യോഗം ചേരുന്നുണ്ട്. ഒരിക്കലെങ്കിലും ചേരും, അല്ലെങ്കിൽ 2-3 വട്ടം ചേർന്നു വരാം. അത് കഴിഞ്ഞാൽ പിന്നെ നിയമപ്രകാരം എന്താ വേണ്ടത്? വർക്കിംഗ് ഗ്രൂപ്പ് ആസൂത്രണ ഘട്ടം കഴിഞ്ഞാൽ പിന്നെ അത് മോണിറ്ററിംഗ് കമ്മിറ്റി ആയിട്ട് മാറണം എന്നാണ്, അല്ലെ? വർക്കിംഗ് ഗ്രൂപ്പുകളൊക്കെ മോണിറ്ററിംഗ് കമ്മിറ്റി ആയിട്ട് മാറും. എവിടെയെങ്കിലും നടക്കുന്നുണ്ടോ മോണിറ്ററിംഗ് കമ്മിറ്റി? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ വന്ന് കാണാൻ വേണ്ടിട്ട്. എന്റെ ഒരു കടുംപിടുത്തത്തിന് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ഒരു മോണിറ്ററിംഗിന് ഒരു പ്രോജക്റ്റ് വെച്ചു. അപ്പോൾ അവിടെ 11 ബ്ലോക്കുകളാണ്. ലൈഫ് ഒന്ന് മോണിറ്റർ ചെയ്യണം തീരുമാനിച്ചു. അതിന് ചെറിയൊരു പൈസ, 1 ലക്ഷം രൂപ 2 ബ്ലോക്കുകൾ നടന്നു. ഗംഭീരായി. അതിനുള്ള കണ്ടെത്തൽ എന്തായാലും ലഭിച്ചു, പക്ഷെ പിന്നീട് നടന്നില്ല. എനിക്ക് പോലും ഇടപെട്ട് ചെയ്യിക്കാൻ കഴിയുന്നില്ല എന്ന് വന്നാൽ
ഊഹിക്കാവുന്നതിലൂടെ മറ്റുള്ളവർക്കൊക്കെ എന്തായിരിക്കും ഇതാണ് അവസ്ഥ. അപ്പോൾ ഓണത്തിന് പൊതുവെ എവിടെ നടക്കാതെ സംഗതിയായി മാറി. അനിയന്ത്രിതമായ പദ്ധതി റിവിഷൻ ഇക്കൊല്ലം എത്ര നടന്നു? പദ്ധതി റിവിഷൻ എത്ര തവണ നടന്നു? 15-ാം തീയതി വരെ ഒരു റിവിഷൻ ഉണ്ടല്ലോ അല്ലെ? അത് രണ്ടാമത്തെ. കഴിഞ്ഞ എത്ര നടന്നിട്ടുണ്ടാവും? 8 തവണ നടന്നു. 6-7 എന്റെ ഓർമ്മ 8 തവണ. ചില പഞ്ചായത്തുകളൊക്കെ ആവശ്യപ്പെട്ടാൽ, അത് പ്രധാനമാണെന്ന് തോന്നിയാൽ, പ്രത്യേകം ജില്ലാ പഞ്ചായത്ത് കോർപ്പറേഷനൊക്കെ ആവശ്യപ്പെട്ടാൽ അവർക്കായിട്ട് റിവിഷന്റെ വിൻഡോ തുറക്കും. അങ്ങനെയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞുള്ള 8 ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ. ഏതായാലും റിവിഷൻ കഴിയുമ്പോഴേക്ക് ആദ്യത്തെ പദ്ധതിയും അവസാനത്തെ റിവിഷൻ കഴിയുമ്പോഴുള്ള പദ്ധതിയും തമ്മിൽ താരതമ്യം എടുത്ത് രസമായിരിക്കും. ഈ നമ്മളൊരു കളി കളിക്കാറുണ്ടല്ലോ, 30 ഒരു ക്ലാസ്സിൽ ഒരാളോട് ചെവിയിലൊരു കാര്യം പറഞ്ഞിട്ട് ആൾക്കാരോട് കൈമാറി 30-ാമത്തെ ആളെടുത്ത് അങ്ങനെ രൂപം മാറുന്ന ഒരു കളി കളിക്കലുണ്ടല്ലോ. ഏതാണ്ട് അതുപോലെ ആകുള്ളൂ നമ്മുടെ പ്ലാനുകൾ വർഷാവസാനമാകുന്നത്. രൂപീകരിച്ച പദ്ധതി എന്ന് പറയാം, നിർവഹണം നടത്തുന്ന പദ്ധതി എന്ന് പറയാം. അതിലൊരു കാര്യം ഉറപ്പു വരും, മേഖലാ വിഭജനമൊക്കെ അത് മാറ്റാൻ കഴിയില്ല. അത് സിസ്റ്റത്തിലുള്ളതായതുകൊണ്ട് മാറ്റാൻ കഴിയില്ല. അത് ശതമാനം കണക്കെ ശരിയായിരിക്കും. പക്ഷേ അതിൻ്റെ പദ്ധതിയുടെ സത്ത ഇനി അങ്ങോട്ട് അവിടെയാണ് നമ്മൾ ജില്ലകളിലേക്ക് പോയി പരിശീലനം കൊടുത്ത്. ഇതിലേറ്റവും പ്രധാനം വികസനത്തിലെ സമഗ്രതയില്ലാത്തതാണ്. നമ്മൾ അതുകൊണ്ടാണ് പുതിയൊരു നിലപാടെടുക്കുന്നത്. സുസ്ഥിര വികസനം അവിടെ നിർത്തിയപ്പോൾ അത് നമ്മൾ നേടേണ്ട ലക്ഷ്യം തന്നെയാണ്. സമഗ്രവും ഇത് രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. സുസ്ഥിര വികസനം എന്ന് പറഞ്ഞാൽ അറിയാലോ, 17 ലക്ഷ്യങ്ങളുണ്ട്. ഐക്യരാഷ്ട്ര സംഘടന അംഗീകരിച്ച ആ 17 ലക്ഷ്യങ്ങൾ നേടിയോ എന്ന് പരിശോധിക്കാനുള്ള എവിഡൻസ് ഉണ്ട്. അതിനുള്ള ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട് 369 എണ്ണം. ഇതെല്ലാം പരിശോധിച്ചാൽ 17 ലക്ഷം നേടിയോ എന്ന് നമുക്ക് ഉറപ്പുവരുത്താം. അതൊരു യാന്ത്രിക നടപടിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇത് നടക്കുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത്, ഏത് പഞ്ചായത്ത് പരിശോധിച്ചാലും ചില മേഖലകളിൽ വലിയ വളർച്ച ഉണ്ടാകുന്നു, ചില മേഖലകളിൽ അശ്രദ്ധമായിട്ട് വിട്ടിട്ടുണ്ട്. സമഗ്രമാകണമെങ്കിൽ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാകണം. റോഡുകൾ ആവശ്യത്തിലധികം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്തുള്ള റോഡ് ഡെൻസിറ്റി മാക്സിമം ഉള്ളത് കേരളത്തിൽ. ഗ്രാമീണ റോഡുകൾ അത്രയേറെ. ഇപ്പൊ 8.25 കിലോമീറ്റർ അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു സ്ക്വയർ കിലോമീറ്ററിനകത്ത് 8.25 കിലോമീറ്റർ നീളമുള്ള റോഡ് ഇട്ട് എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതമാണ്. ദേശീയ ശരാശരി 3 കിലോമീറ്ററിൽ കുറവാണ്. അപ്പോ വമ്പിച്ച നേട്ടം അങ്ങനെയുള്ള ചില മേഖലകളിൽ ഉണ്ടാവുന്നു. എന്നാൽ പരിസ്ഥിതി സംരക്ഷണത്തിന്റെ കാര്യത്തിൽ, പാടങ്ങൾ സംരക്ഷിക്കുന്ന കാര്യത്തിൽ, തോടുകൾ നിലനിർത്തുന്ന കാര്യത്തിൽ ഒക്കെ ആ ശ്രദ്ധയില്ല. സമഗ്രമല്ല എന്നുള്ളതാണ്. സമഗ്ര വികസനം എന്നുള്ളതാണ് നമ്മുടെ ഇനിയത്തെ ലക്ഷ്യം. അപ്പോൾ എല്ലാ മേഖലയിലും വികസനം ഉണ്ടാവണം, എല്ലാ മേഖലയിലും ശ്രദ്ധയുണ്ടാവണം എന്നുള്ളതാണ് അതിന്റെ അടിത്തറ. അതിനുവേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നുള്ളതായിരിക്കും ഒരുപക്ഷെ നമ്മൾ അന്വേഷിക്കാൻ പോകുന്ന കാര്യം. പഞ്ചായത്തിന് വിലയിരുത്തുമ്പോൾ സമഗ്രമായിട്ട് എല്ലാ മേഖലയിലും വികസനം ഉണ്ടായിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എവിടെ എന്ത് ചെയ്യണം എന്നുള്ള നമ്മൾ നടത്തേണ്ടി വരും. ഇങ്ങനെ നടത്തണമെങ്കിൽ ഉണ്ടായിരിക്കേണ്ട കുറേ കാര്യങ്ങൾ. ഗ്രാമസഭ എന്തുകൊണ്ട് നോക്കുകൂട്ടിയായി പോകുന്നു? ഗ്രാമസഭക്ക് അധികാരമില്ല. അതിന് അധികാരമില്ല. അവിടെ പോയിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നത് ഓരോ ഉറപ്പുമില്ല. അപ്പോൾ ഗ്രാമസഭകൾക്ക് കൂടുതൽ അധികാരം കൊടുത്താൽ ഒരുപക്ഷെ അയൽസഭകൾ ചിട്ടയായിട്ട് നടന്നാൽ താഴെ തലത്തിൽ പങ്കാളിത്തം വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ട്. അത് ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, അത് നടപ്പാക്കി കാണിക്കണം. നമുക്കൊരു പഞ്ചായത്തിൽ, നമ്മൾ തിരഞ്ഞെടുക്കുന്ന പഞ്ചായത്തിൽ അയൽസഭകൾ നന്നായിട്ട് നടത്താൻ കഴിയും എന്ന് നോക്കണം. അതിനുള്ള പരിപാടി ഉണ്ടാക്കണം. അതിനോട് സഹകരിക്കുന്ന പഞ്ചായത്താണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. എല്ലായിടത്തും നടക്കും. ഇപ്പോ പഞ്ചായത്തുകളില് എല്ലായിടത്തും കൺവെൻഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നു അല്ലേ? പഞ്ചായത്തുകളിൽ വാർഡ് തലത്തിലുള്ള കൺവെൻഷനൊക്കെ തുടങ്ങാൻ പോവുകയാണ്. ജില്ലാ തലത്തിലൊക്കെ പലയിടത്തും കഴിഞ്ഞു, ബ്ലോക്ക് തലത്തിൽ നടക്കുന്നു. ആക്ച്വൽ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ്. അതിന്റെ എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചു.
അങ്ങനെയുള്ള ഒരു വരാൻ പോകുന്ന ഒരു ഭരണസമിതിയുടെ മുമ്പിൽ വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജെന്യൂനായിട്ടുള്ള പ്രശ്നങ്ങളും സാധ്യതകളും അടങ്ങുന്ന ഒരു രേഖ നമ്മൾ വികസന പത്രിക എന്നോ പ്രകടന പത്രിക എന്നോ മാനിഫെസ്റ്റോ എന്നോ വികസന പരിപ്രേക്ഷണം എന്നോ ഒക്കെ വിളിക്കാം. അങ്ങനെയൊന്നുമില്ല. ഉണ്ടാകണമെങ്കിൽ അതിന് വിവരങ്ങൾ വേണം. ആ വിവരങ്ങൾ വിലയിരുത്തിക്കൊണ്ട് വേണം തീരുമാനമെടുക്കാൻ. വിവരങ്ങൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. എൻ്റെ അനുഭവത്തിൽ പറഞ്ഞാൽ നമ്മളെ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റാണ് തരേണ്ടത് അല്ലേ. ഈ 30 കൊല്ലമായിട്ട് 29 കൊല്ലമായിട്ട് അത് കഴിഞ്ഞില്ല, ഡിപ്പാർട്ട്മെന്റ് കഴിഞ്ഞില്ല. അതിൻ്റെ ആകെ പഞ്ചായത്ത് ലെവൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു രേഖ 2011 പ്രസിദ്ധീ ലേറ്റസ്റ്റ്. അതിനൊന്നുമില്ല. അത് തന്നെ സെൻസസിന്റെ അടിസ്ഥാനത്തിലുള്ള സെക്കൻഡറി ഡാറ്റയാണ്. ഒരു പഞ്ചായത്തിലെ കുറെ വിവരം. കണ്ണൂർ ജില്ലയിൽ 71 പഞ്ചായത്തുകളുണ്ട്. ആ 71 പഞ്ചായത്തുകളിൽ ഒരു വിവര സഞ്ചയിക ഉണ്ടാക്കാനുള്ള ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ ശ്രദ്ധിച്ചു. 46 പഞ്ചായത്ത് അത് വേണമെന്ന് തീരുമാനിച്ചുള്ളൂ. ബാക്കി പഞ്ചായത്തുകൾ അതിനുവേണ്ടി പണം നീക്കി വെക്കാൻ തയ്യാറായി. ഈ 46 പഞ്ചായത്തുകളിൽ 44 ഇതുവരെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞു. വമ്പിച്ച വാസ്റ്റ് ഡാറ്റയാണ്. എന്ത് വേണമെങ്കിലും പഞ്ചായത്തിനെ കുറിച്ച് എന്ത് ചോദിച്ചാലും അതിലുള്ള വിവരങ്ങൾ കിട്ടാനുണ്ട്. ആ തരത്തിലുള്ള വളരെ വിപുലമായിട്ടൊരു സർവേയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റ് അത് സ്റ്റേറ്റ് തലത്തിൽ എല്ലാ ജില്ലയിലും നടപ്പാക്കാൻ പോവുകയാണ്. അതിനുള്ള പ്രോജക്റ്റൊക്കെ രൂപീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. പക്ഷെ താഴെ പഞ്ചായത്തിന് താല്പര്യമില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ വിവരങ്ങളോടുള്ള ബഹുമാനമില്ലാതെ അത് വേണമെന്നുള്ള താല്പര്യം, വസ്തുനിഷ്ഠത വേണമെന്നുള്ള താല്പര്യം, ഇതൊക്കെ പ്രശ്നങ്ങളാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇടപെട്ട് പരിഹരിക്കേണ്ടി വരും. അതിനുവേണ്ടി തല്ലുകൂടേണ്ടി വരും, പ്രചരണം നടത്തേണ്ടി വരും. അപ്പൊ നമുക്ക് ഇനി അങ്ങോട്ട് ചെയ്യാനുള്ള 2 പ്രവർത്തനങ്ങളാണ്. ഞാൻ നിർത്താം. ഒന്ന്, ഇതിന്റെ കൂടെ നിൽക്കുന്ന, ഇത് വിജയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സംഘടന എന്നുള്ള നിലക്ക് ജനകീയാസൂത്രണ പ്രസ്ഥാനത്തിന്റെ കഴിഞ്ഞ 29 വർഷത്തെ അനുഭവങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കാം. അതിൽ വിമർശനം ഉണ്ടാവും, നേട്ടങ്ങളുണ്ടാവും, രണ്ടും ഉണ്ടാവും. കുറ്റം മാത്രം പറയാനല്ല നമ്മളെ വഴി, നേട്ടങ്ങൾ പറയണം. ഇങ്ങനെയൊരു ക്യാമ്പയിൻ നടത്തണം, അത് നമുക്കൊരു ലഘുലേഖ ഉണ്ടാക്കണം. അതിന്റെ പണി നടക്കുന്നില്ല. അപ്പൊ അതിനൊക്കെ നേതൃത്വം കൊടുക്കണം നിങ്ങളാണ്. ക്യാമ്പയിൻ നടത്തണം. കഴിയുന്നിടത്തോളം ജില്ലയിലെ മുഴുവൻ വായനശാലകളിൽ, ലൈബ്രറികളിലൊക്കെ അതിനുള്ള സംവാദം നടക്കേണ്ടത്. രണ്ടാമത്, സമഗ്ര വികസനത്തിന് നമ്മുടെ മുമ്പിൽ മാതൃകയില്ല. ആ മാതൃക ഉണ്ടാക്കാനാണ് നമ്മൾ ജില്ലയിൽ 1-2 പഞ്ചായത്ത് തെരഞ്ഞെടുക്കുന്നത്. കഴിവുള്ള ജില്ലയാണെങ്കിൽ മേഖലയിൽ 1 പഞ്ചായത്ത് തെരഞ്ഞെടുത്ത് സമഗ്ര വികസനത്തിനുള്ള മാതൃക ഉണ്ടാക്കുന്നത്. ആ മാതൃക ഉണ്ടാക്കിയിട്ട് വേണ്ട ഇങ്ങനെയാ ചെയ്യേണ്ടതെന്ന് സമൂഹത്തോടും സർക്കാരിനോടും പറയാൻ. ഇത് രണ്ടും ആദ്യത്തേത് കുറച്ചുകൂടി എളുപ്പമാണ്, രണ്ടാമത്തത് അത്ര എളുപ്പമല്ല. ആ വലിയ ഉത്തരവാദിത്വത്തിന് നേതൃത്വം കൊടുക്കേണ്ടവരാണ് നിങ്ങൾ എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട്